ഹായ് ഹലോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ നോമ്പ് 17 വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇന്ന് പതിരീങ്ങളാണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് ചോറാട്ട കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൂത്ത രണ്ടാൾക്കാരും പോയി കണ്ട് എന്താക്കി മൗലൂദിലൊക്കെ കൂടി കണ്ട് ചോറൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ പൊതിയായിട്ടാട്ടോ കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ 5 ആളാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ആദ്യം കണക്കെടുത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ 5 ആളെ കണക്കെടുത്തിരുന്നു. പിന്നെ അതിൻ്റെ ടോക്കനും തന്നു കേട്ടോ. അങ്ങനെ ഇതേ നമുക്ക് ചോറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ബിരിയാണിയാണ് കേട്ടോ, അതായത് ബീഫിൻ്റെ ബിരിയാണിയാണ്. അങ്ങനെ അതൊക്കെ നമ്മൾ വേഗം പൊട്ടിച്ചിട്ടോ, കാരണം അവരെപ്പോഴും ആക്കി വെക്കണമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ വേഗം നാശമാവണ്ടല്ലോ വിചാരിച്ചിട്ട് വേഗം 5 പാക്കറ്റ് ഉണ്ടാക്കി ചെമ്പട്ടിയിലേക്ക് പൊട്ടിച്ചിട്ടോ. അത്യാവശ്യം നല്ല വലിയ പീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതങ്ങനെ അവിടെ മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് എണ്ണക്കടി എന്തെങ്കിലും വേണമല്ലോ വിചാരിച്ച് കണ്ടെന്താക്കി മൈദ കഴിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഗോതമ്പ് പൊടിയും കടലമാവും വെച്ച് കണ്ടെന്താക്കിയത് 3 പഴം ഉണ്ടായിരുന്നു കേട്ടോ, ചെറിയ കുഞ്ഞിപ്പഴമായിരുന്നു. അപ്പോൾ അതുണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ അതിന് കുഴച്ച് വെച്ചു. പിന്നെ അത് തികയില്ല തോന്നിയപ്പോൾ ഞാൻ എന്താക്കി വീണ്ടും ഗോതമ്പ് മാവിന് എടുത്തുകൊണ്ട് കടലമാവും കൂട്ടി കണ്ടെന്താക്കി പക്കവടക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞ് കണ്ടെന്താക്കി അതിനും റെഡിയാക്കി വെച്ചിട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം പിന്നെ അവിടെ ടൈമില്ലായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ മുന്നേ ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ എന്താ ഉണ്ടാക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനിൽ അങ്ങനെയൊക്കെ സാധനമില്ലായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും വേണ്ടില്ല, അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അത് പഴംപൊരി ആദ്യം ഉണ്ടാക്കിയിട്ടോ, കാരണം മധുരത്തിൻ്റെതായതുകൊണ്ട് നമ്മൾ അത് ആദ്യം ഉണ്ടാക്കണമല്ലോ വിചാരിച്ചിട്ട് വേഗം ഉണ്ടാക്കിയിട്ടോ. കാരണം നല്ല പൊങ്ങി നിൽക്കണം കേട്ടോ. ആകെ 10 മിനിറ്റ് അതിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കണമെന്ന് അറിയില്ല കേട്ടോ. പിന്നെ അപ്പസോഡ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ. അങ്ങനെ ഇതേ പഴംപൊരി ഉണ്ടാക്കിട്ടോ. പിന്നെ നമുക്ക് അടുത്തത് നമ്മൾ പക്കവട ഉണ്ടാക്കണം കേട്ടോ. അങ്ങനെ ഇതേ പക്കവട ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലതിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ പക്കവട ഉണ്ടാക്കി പഴംപൊരി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ നമുക്ക് നോമ്പ് തുറക്കാനുള്ള സമയമായി കേട്ടോ. ഞാനിത് ഉണ്ടാക്കണതിന് 5:15 ഒക്കെ ആയപ്പോഴാണ് ഉണ്ടാക്കണതന്നെ. അങ്ങനെ ഇതേ നമുക്ക് നോമ്പ് തുറക്കാനുള്ള സമയമായപ്പോൾ നമുക്ക് മേശ എല്ലാം കൊണ്ടുപോയേക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് കൊണ്ടുപോയി സെറ്റാക്കി കേട്ടോ. പിന്നെ വെള്ളമൊക്കെ ഉണ്ടാക്കുന്ന പരിപാടി മൊത്തം മോൻ്റെ കയ്യിലാണ്. അപ്പോൾ അതൊക്കെ ഓനെ ചെയ്യും കേട്ടോ. അങ്ങനെ ഒരു 2 പേരും പള്ളിയിൽ പോയിട്ടുണ്ട് കേട്ടോ. അന്ന് ചെറുത് മാത്രമേ ഉള്ളൂ, ചെറുത് പോയിട്ടില്ല കേട്ടോ. ഓൻ്റെ കാൽമ സ്കൂളിൽ നിന്ന് കോക്ക കളിച്ചതാണ് കേട്ടോ. എന്നിട്ട് ഓന് വീണിട്ട് നല്ലൊരു മുറി കഴിക്കണം കേട്ടോ. അപ്പോൾ അത് കാണിച്ചു കൊടുക്കട്ടെ പറഞ്ഞപ്പോൾ വേണ്ട പറഞ്ഞു കേട്ടോ. അങ്ങനെ അവൻ ഒറ്റക്കൊള്ളു കേട്ടോ. അവനക്കിന്ന് പരീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ക്ഷീണം പിടിച്ചിരിക്കണം കേട്ടോ. വെയിലൊക്കെ പോയി വന്നപ്പോൾ നോമ്പുമായിരുന്നു കേട്ടോ. അന്നേരം ഒന്ന് ഉറങ്ങി എണീറ്റപ്പോൾ ആളാകെ മൂഡ് ഓഫ് ആട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ 2 പേരും ഇല്ലെങ്കിൽ എല്ലാവരും ഉണ്ടാവണം കേട്ടോ ഇവിടെ. കാരണം ഇവിടെ തിന്നുമ്പോൾ നമ്മളെ തീന്മേശയിൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്തായാലും എല്ലാവരും വേണം കേട്ടോ. ഞങ്ങൾക്കിവിടെ എന്നാലാണ് ഞങ്ങൾക്കെല്ലാം ഉത്സാഹത്തിൽ തിന്നാൻ കഴിയുള്ളൂ കേട്ടോ. അത് എപ്പോഴും ഉള്ള പരിപാടിയാണ് കേട്ടോ ഇവിടെ. കാരണം വർത്താനവും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇരുന്ന് ഞങ്ങൾക്ക് അങ്ങനെ തിന്നണം കേട്ടോ. എനിക്കങ്ങനെ ഇപ്പോൾ ശീലമായി പോയി കേട്ടോ. മക്കൾ പള്ളിയിൽ നിന്ന് വന്നതിൻ്റെ ശേഷം ഇവിടെ നിന്ന് ചായ കുടിച്ച് നമ്മൾ ചോറ് തിന്നതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ 17 വിശേഷങ്ങൾ കേട്ടോ. ഇതിപ്പോൾ 18 നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നേരെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇതിപ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്ക് അനിയൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ തന്ന വത്തക്കയാണ് കേട്ടോ. അപ്പോൾ അത് പറ്റ നാശമായി പോയിട്ട് ഒരു കഷ്ണം പോലും നമുക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ എന്ത് പറ്റിയതെന്നൊരു പിടുത്തമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ അത് മുറിച്ച് നോക്കിയിട്ട് അത് കളയേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഇതാക്കണം നമ്മളൊന്ന് വെള്ളം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ വെള്ളമൊക്കെ ഉണ്ടാക്കി കിട്ടും. എന്താണെന്ന് വെച്ചാൽ വേഗം തണുക്കണത് ഇവരെ ഇടയിലാണെങ്കിൽ നല്ല തണുപ്പമാണ്. ഐസും കെട്ടൊക്കെ പൊട്ടിച്ച് തിന്നുന്ന ആൾക്കാർ അവിടെ അല്ലല്ലോ കേട്ടോ. അപ്പോൾ അതങ്ങനെ വെള്ളം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടോ. ഇനി നമുക്ക് എണ്ണക്കടി ഉണ്ടാക്കണം. അപ്പോൾ എണ്ണക്കടി എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഞാൻ കിഴങ്ങാട്ടോ പൊരിക്കണത്. അപ്പോൾ അതിലേക്ക് മൈദയും കടലമാവ് കേട്ടോ ഇട്ട് കൊടുത്ത് കണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് അതിലേക്ക് ഇതാക്കണ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളകും പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ടോ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാവുന്ന കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും. വെറൈറ്റി ഒന്നുമില്ല, സാധാരണ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് അങ്ങനെ മാറ്റി ഉണ്ടാക്കട്ടെ. ഇവിടെ 2ാമത്തെ മോനക്ക് നിർബന്ധമാണ് കേട്ടോ എണ്ണക്കടി. അങ്ങനെ ഇതാക്കണം, അതവിടെ കുഴച്ച് വെച്ച് ഞാൻ ഇതാക്കണ ചോറ് അടുപ്പത്തിട്ടിക്കണ്. ഇതാക്കണ കടലക്കറിയാണ് വെക്കണതും കുക്കറിൽ വിസിലടുപ്പിച്ച് അവിടെ വെച്ചിട്ടോ. ഇതാ നമ്മളെ മാവ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് എണ്ണക്കടി ഉണ്ടാക്കാൻ സമയമായപ്പോൾ എന്താക്കി അത് കിഴങ്ങൊക്കെ വട്ടത്തിൽ ഒന്ന് അരിഞ്ഞങ്ങാണ്ട് എന്താക്കി ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് നമ്മൾ മാവിൽ മുക്കുക എന്നിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതേ പൊരിച്ചെടുത്തിട്ടോ. ഇത് നല്ല രസമാണ് കേട്ടോ. പെട്ടെന്നാകുന്നുണ്ട് കേട്ടോ. കുക്കാന് പെട്ടെന്നാകണുണ്ട് കേട്ടോ. കാരണം അപ്പുറം തിരിച്ചിട്ട് കഴിഞ്ഞാൽ അതായിട്ട് അങ്ങനെയൊക്കെ പൊരിച്ചെടുത്തിട്ടോ. നമ്മൾ മേശമ്മൽ ഭാഗം കൊടുക്കാൻ സമയമായപ്പോൾ ഒക്കെ സെറ്റാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ തരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്താക്കി എല്ലാവരും കൂടി ഇരുന്ന് കണ്ട് നോമ്പൊക്കെ തുറന്നു കേട്ടോ. ഇന്നിപ്പോൾ കാക്കി നോമ്പ് തുറക്കാണ്ടായിരുന്നു കേട്ടോ. മറ്റേ കാക്ക അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. കാക്ക വന്നപ്പോഴാണെങ്കിൽ സമൂസയും മുട്ട ബജിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവരും തിന്ന് അങ്ങനെ കഴിഞ്ഞിട്ട് രാത്രിക്കൊക്കെ അതേ മീൻ പൊരിക്കുന്നുണ്ട്. നമ്മൾ ദോശയായിട്ട് ഉണ്ടാക്കണത് ഉഴുന്ന് അരിയുമ്പാടെ അരച്ച് ആ ദോശയായിട്ട്. പക്ഷേ ഞാൻ അരച്ചതല്ല, നമ്മൾ പാക്കറ്റ് മാവ് വാങ്ങിയതായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല മാവാട്ടോ.
അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചൂടോടെ തന്നെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. പിന്നെ രാത്രി ഫുഡ് കഴിക്കുന്ന അതൊന്നും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ വീഡിയോസൊന്നും. അപ്പോൾ അങ്ങനെ ദോശ ഉണ്ടാക്കി, പിന്നെ നല്ല ടേസ്റ്റുള്ള ദോശയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും കൊടുത്തും ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മളെ കുഞ്ഞു വീഡിയോസ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മളൊന്ന് സപ്പോർട്ട് ആക്കണം കേട്ടോ. താങ്ക് യു.